அந்த ஷாப்புல இவ்வளவு நேரத்துக்குள்ள எவ்வளவு கலெக்ஷன் வந்திருக்கும்? இப்போ மணி 2 ஆச்சு. கிட்டத்தட்ட 2 லட்ச ரூபா கலெக்ஷன் ஆயிருக்கும். വണക്കം. வணக்கம். ഞാൻ പാലക്കാട് SB സ്റ്റോഴ്സിൽ നിന്ന് ഒരു 10 ചാക്ക് അരി ഓർഡർ ചെയ്തിരുന്നു. SB ஸ்டோர்ஸ். ആമാ. അല്ല ഡിസ്കൗണ്ട് എന്റെ ബാഗ് തട്ടി പറിക്കണേ, ആരെങ്കിലും ഓടി വരണേ, കാപ്പാത്തുന്നു. തമ്മി തല്ലി ചാണോ അങ്ങോട്ടങ്ങനെ മാറിക്കണം തല്ലടാ. ബാക്കിയുള്ളൊരു വണ്ടി എടുത്ത് പണിക്ക് പോട്ടടാ. ഇവന്മാർ ഈ ബാഗ് തട്ടി പറിക്കാൻ നോക്കിയിടുന്നു. നീ അവരെ ബാഗ് അങ്ങോട്ട് കൊടുത്ത് അവർ തട്ടി പറിക്കും. അപ്പൊ ഇതിനകത്തിരിക്കണ എന്റെ കാശാ. നീ നിന്റെ കാശ് എടുത്ത് ബാഗ് കൊടുക്കും. കാശും ബാഗും എന്റെ ആണെന്ന് നിങ്ങൾ പോലീസിനെ വിളിക്കേ. അങ്ങനെയല്ല, ഫോൺ എടുത്ത് 100-ല് വിളിക്കേ. 100? വേഗം വിളിക്കേ, വേഗം വിളിക്കാൻ. ഹലോ, പോലീസ് സ്റ്റേഷൻ சார். இங்க தர்மா ஸ்டோர்ஸ் முன்னாடி பெரிய கலாட்டம் நடக்கு சார். சீக்கிரமா கொஞ்சம். என்ன போலீஸ் எல்லாம் மினிஸ்டருக்கு எஸ்கோர்ட் போயிடுச்சு. என்ன சார் இது? சார் நான் இவங்களை தூக்கி அங்க வந்தா நீங்க லாக்அப் பண்ணுவீங்களா சார்? சரி சார், ரொம்ப தேங்க்ஸ் சார். இதுதான்டா போலீஸ். மக்கள் பிரச்சனையை மக்கள் தான் தீர்த்து வைக்கணும். வாங்கடா டேய். എങ്ങോട്ട്? എടോ, പരാതിക്കാരില്ലാതെ പോലീസ് കേസെടുക്ക മാട്ടാ. വാ കേറ്. அண்ணே ரொம்ப தேங்க்ஸ். ஐயோ, இதுக்கு போய் தேங்க்ஸ் எல்லாம். நீங்க நல்லா இருக்கணும். இவருதான் சரியான ஆம்பளை. ஆம்பளைன்னா இப்படித்தான் இருக்கணும். கடவுளா இவனா? அந்த மலையாளத்தான் பெரிய ஃப்ராடு. இவங்க எல்லாம் ஒரே டீம். அப்படியா? കാശെടുത്തേ.
ചിത്തപ്പ. ചിത്തപ്പ ആ, അതെന്താ ചിത്തപ്പ അങ്ങനെ പറയുന്നേ? തേൻമൊഴി ചിത്തപ്പായ ബഹുമാനത്തോടെ ചിത്തപ്പ എന്ന് വിളിക്കുമ്പോൾ ചിത്തപ്പായ ഞാനും ചിത്തപ്പ എന്ന് വിളിക്കണ്ടേ? ചിത്തപ്പനെ എത്ര തെണ്ടിയാലും ചെറ്റിയാലും ചിത്തപ്പ തന്നെയല്ലേ? അതുകൊണ്ടല്ലേ ചിത്തപ്പ ഞാൻ ചിത്തപ്പനെ ചിത്തപ്പ എന്ന് വിളിക്കുന്നത്. എന്റെ പൊന്നു ചിത്തപ്പ. പുറമ്പോക്കെ இந்த ധർമ്മരാജൻ നനച്ചാൽ ഒന്നേ ധർമ്മരാജന. എടാ രായപ്പ, നീ എന്നാടാ ധർമ്മരാജനായത്? കൊഴിഞ്ഞാൻ പറയ പണ്ട് മുറുക്കുമറ്റി നടന്ന മുറുക്ക് രായപ്പൻ എങ്ങനെയാണ് ധർമ്മരാജനായതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് വിട്. എന്നെ കൊണ്ട് വെറുതെ നീ മാതൃഭാഷയെ തെറി പറയിപ്പിക്കല്ലേ. പിന്നെ ഞാനിപ്പോ വിളിച്ചത് ഒരു സന്തോഷ വർത്തമാനം പറയാനാ. എന്റെ അമ്മാവന്റെ കട നീ തല്ലിപ്പൊളിച്ചതിന് പകരമായിട്ട് നിന്റെ മച്ചമ്പിയുടെ കട ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പൊളിച്ചടുക്കിയെന്ന് മാത്രമല്ല അവിടെ നിന്ന് തന്നെ നഷ്ടപരിഹാരവും ഈടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ ചിത്തപ്പാക്ക് നിമ്മതിയായല്ലോ. ചിത്തപ്പാക്ക് നിമ്മതി, എനിക്കും നിമ്മതി. എന്നാ ഇനി ഫോൺ മതി. ആരാ? CI അൻവരസൻ ഫ്രം പൊള്ളാച്ചി. SI ശ്യാമളൻ മങ്കര ഇപ്പോൾ ലീവ് എടുത്ത് ആക്ടിങ്ങില്ല. புருஷன் பொண்டாட்டி வாழ்க்கை எப்படி இருக்கு? சந்தோஷமா இருக்கா? ஆனா இனிமே அப்படி இருக்காது. സാറേ വേണ്ട, സാറോട് അപ്പൂല ആള് മാറിപ്പോയി. അയ്യോ വേണ്ട. ആള് മാറി കൈവച്ച് ഇവന്റെ കയ്യിൽ നിന്ന് നല്ല ഊക്കൻ ഇടി മേടിക്കല്ലേ. കൂമ്പ് കലങ്ങി പോവും. പൊട്ടന്റെ ഇടിയെന്ന് കേട്ടിട്ടില്ലേ? എന്റെ അനിയനെ ഞാൻ തല്ലും, ഒരു തെണ്ടി ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ ഞാൻ ചോദിക്കും സാറേ. ஏய், ரெண்டு பேரையும் தூக்கி உள்ள போட்டுருவேன் ராஸ்கல். സാറേ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കല്ലേ. ഈ മിണ്ടാപ്പോച്ചുണ്ടല്ലോ സാറിന്റെ നെഞ്ചത്ത് കയറി കല ഉടയ്ക്കും. സാറിന് എന്നെയല്ലേ ആവശ്യം? നമുക്ക് പോവാം സാറേ. സാറ് വാ. ജന്മഴി കവലപ്പെടാതെ ഞാൻ സീക്കിരം തിരുമ്പി വരുവേ. ஏய், പോലെ സാർ. வாடா. അച്ചോട്ടും ദേവേന്ദ്രനായിട്ട് അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടായിട്ടോ. ഈ മാല എനിക്ക് കൂടുതൽ ഇഷ്ടായത്. അച്ചോട്ടാ മേക്കപ്പ് അടിച്ചിട്ടൊന്ന് കാണണേ. തൊടയുടെ എക്സ്റേ എടുക്കേണ്ടി വരുമെന്ന്. അച്ചോട്ടാ, അച്ചോട്ടിന്റെ മനസ്സിലൊന്നുമില്ലെന്ന് എനിക്കറിയാം. അച്ചോട്ടൻ പാവാ. പക്ഷെ അവളുണ്ടല്ലോ ആ സുലോചന, അവൾ ആളത്ര ശരിയല്ല. കാണുമ്പോ ചിരിച്ചു കാണിച്ചിട്ട് മാറി ഇന്ന് കുറ്റം പറയുന്ന ആ മഞ്ജു പറയുന്നേ. അത് നമുക്ക് കുട്ടികളില്ലാത്തോണ്ട് അച്ചോട്ടിന് രണ്ടാമത് കെട്ടാൻ ആഗ്രഹം ഉണ്ടെന്ന്. എനിക്ക് സമ്മതാണോന്നോ? കൊല്ലി ഞാൻ. അത് മാത്രമല്ല, സ്വന്തം ട്രൂപ്പായതുകൊണ്ട് മാത്ര അച്ചോട്ടിന് ഇപ്പോഴും ഹീറോ ആയിരിക്കുന്നത്. അച്ചോട്ടിന് അഭിനയിക്കാൻ അറിയില്ലെന്ന് അവള് പറഞ്ഞു. എന്താ അച്ചോട്ടിന് എന്തേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ അച്ഛനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന് നീ പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് കാണിക്കുന്ന അറിയാമോ? ആ സുരേഷ് ഗോപിനെ ഒന്ന് കാണിച്ചേ. സുരേഷ് ഗോപി ഇപ്പൊ കണ്ടോ? ഇപ്പൊ ഷൈൻ ചെയ്യും. ആ സ്പീഡ് ചാടം ചവിട്ടെ. അടുത്ത മറ്റേ മമ്മൂട്ടി. മമ്മൂട്ടിയെ കണ്ടോടി. മമ്മൂട്ടി. ഡയലോഗ് വലത്തെ കുത്ത്, ഇടത്തെ കുത്ത്. സെന്റി സെന്റി. അടുത്തതിന് മോഹൻലാൽ. മോഹൻലാൽ കണ്ടോ? മോഹൻലാൽ. സവാരി കേറി കേറി
പറഞ്ഞാലും മനസ്സിലായി. ഇനി ഏത് വേണം? അച്യുതാനന്ദൻ, അച്യുതാനന്ദൻ. നടുമിന്നു പേടിക്കണ്ട, ഫിഗർ പിടിക്കേനെ. താടിക്ക് കുത്തിയതണ്ട. ഓക്കേ. ആ. വരൂ, വലതുകാൽ വെച്ച് വരൂ. ആ, ഇത്രയും നാളത്തെ ഒരു ഭാർഗവി നിലയമായിരുന്നു. ഇപ്പോഴാ ഒരു ആളും അനക്കൊക്കെ ആയത്. അച്ചു, ഞാനൊരു ആഗ്രഹം പറഞ്ഞ് സാധിച്ചു തരുമോ? ഞാനൊരു ത്രാണിയില്ലാത്ത വെറും ഒരു പുളുന്താൻ എസ് ഐ ആണെന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ പതുക്കെ 2-3 ഇടിയിടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം. പതുക്കെ ഊറും പഠിക്കണ പോലെ. നിനക്ക് കൊടുക്കത്ത ആരോഗ്യല്ലേ, നീ ഒന്ന് എയർ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്ലീസ്. വിരിഞ്ഞല്ല, ഒരു ബോഡി ഒത്ത് കിട്ടി. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ റാസ്കളെ. അതോട്ട് സംസാരിക്കൂടാ. എന്റെ കൈന്റെ ചൂടറിയടാ. സുധാകര, ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. അതെ അതെ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. എന്തു പറ്റി സാർ? അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ. അത്രയും തല്ലുണ്ടായിരുന്നു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഇടിയിടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. ഈശ്വര, അടുത്തത് ചെന്ന് തടയണോ? പോടോ. അപ്പു അപ്പൊ നിക്ക് ഇതന്നെ നിക്കപ്പു. ശ്യാമളൻ സാറേ, എന്തോ പൊട്ടം കഴിവരെ ഇങ്ങോട്ട് ഇറക്കി വിടും, ഇല്ലെങ്കിൽ സ്റ്റേഷനകത്ത് കയറി ഞാൻ പെരുമാറുവേ. അപ്പൊ വെറുതെ ക്രമസമാധാനം കയ്യിലെടുത്ത് എന്റെ കൈ ചീത്തേക്കരുത്. ഇപ്പൊ ഒരുവനത് കയ്യിലെടുത്തിട്ട് ശരിക്ക് കിട്ടിയതേ ഉള്ളൂ. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിൽ പോ. എന്റെ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞയച്ച എന്റെ കൂട്ടുകാരനെ അവൻ തല്ലിച്ചതച്ചത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ നൊട്ടല് ഞാൻ തല്ലി ഓടിക്കും. അവനെ ഇങ്ങോട്ട് ഇറക്കി വിടു സാറേ. വെറുതെ അല്ല നാറി പൊട്ടനായി പോയത്. അവന് സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു. അവൻ ഈ ഭൂലോകം മുടിച്ചേനെ. എടാ അമ്പലം വിളിക്കേ, ഇറങ്ങി വേണം. എടാ അമ്പലത്തിലെ കാശെടുത്തല്ലേടാ നീ നാട്ടുകാർക്ക് പലിശക്ക് കൊടുക്കുന്നത്. നിന്റെ കൊള്ളപ്പലിശ നാട്ടുകാരെ പ്രാക്കം കൊണ്ടല്ലേടാ നിനക്ക് കുട്ടികൾ ഉണ്ടാകാതെ പോയത്. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിന് പോലെ നല്ല അസ്ഥന് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. തൽക്കാലം നീ പോപ്പു. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. താൻ ഒരുപാട് പുളുത്തു. നിങ്ങളൊക്കെ ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാടൂ. താൻ എത്ര കാലം അവനെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ. താൻ അവനോട് എന്ന് പറഞ്ഞേക്ക്. അവൻ വരുന്നൊന്നും കാത്ത ഞാൻ വീടിന്റെ ഉമ്മർ തിരിപ്പുണ്ടെന്ന്. എത്തിയ സുഖല്ലേ? എടാ പൊട്ട, എന്റെ കൂട്ടുകാരനെ തല്ലിയതിന് പോലെ നിന്റെ കൂട്ടുകാരനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടടാ. അടുക്കരുത്, ഞാൻ പാലേക്ക് വേണ്ടി കളരി പിടിച്ചവനാണ്. എന്നെ കൊണ്ട് 18ാമത്തെ അടവെടുപ്പിക്കരുത്. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. കള്ളു കുടിച്ചുകൊണ്ട് കണ്ണ് പിടിക്കുന്നില്ല. സോറി, ഫോൺ. ഒരു മിനിറ്റ്. ഹലോ, അണ്ണ ഇങ്ങനെ തെറി വിളിക്കരുത്. ശരി എന്നാ
ഞാനും കൂടെ ചേർന്ന് തന്നെ സുധാറിന് നിങ്ങളുടെ കൈ 50,000 രൂപ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ ഞാനിപ്പോ പൊള്ളാച്ചിലാണെന്ന് ഒരാളെ പൊക്കാൻ വന്നത്. ശ്ശോ, ഞാൻ വന്ന് ഇങ്ങനെ തെര വിളിക്കരുത്. ഒരു മിനിറ്റ്, വേറെ ഫോൺ പറഞ്ഞു. ഹലോ. ആ എടാ സുധാര, നിന്നെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്. നീ എന്താ മോഹൻ ചേട്ടന് കാശ് കൊണ്ട് കൊടുക്കാത്ത? ഇനി നിന്റെ ഇല്ല, ഇനി ഞാൻ നിന്നോടൊന്നും സംസാരിക്കണില്ല. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തോ. എന്നെ ഇതിൽ ഇടപെടുത്തരുത്. അച്ചു, ദേ അവള്. അത് തന്നെ. അതിലല്ല, ഇത് എന്നു. നമ്മുടെ കാശടിച്ച് മാറ്റാൻ വേറെ കള്ളന്മാരാ. സമ്മതിക്കില്ല ഞാൻ. അച്ചോട്ടാ, ഇനി വൈകിക്കണ്ട, പണി മുടങ്ങിക്കോ. ഒന്നോട് ചേർത്ത് ഇങ്ങോട്ട് മാറ്. എന്റെ കവചം പോയി. കിട്ടിയാ ഇട്ടോ. വാ വാ, പോകാം. വാ, വേഗം വാ, പോവാം. വേഗം വാ. നോക്കിയേ, പണയപ്പണ്ട മുഴുവൻ അവളെ ദേഹത്താ. വേഗം ചെന്ന് പൊക്ക്, വേഗം ചെന്ന് അവളെ പൊക്കാൻ. വാ, ഓടി വാ. വേഗം ഇറങ്ങോ. ഇതാമരാ, വണ്ടി എടുത്തോ. മതി മതി മതി, യുദ്ധം കഴിഞ്ഞു. വണ്ടി ഇങ്ങനെ ക്രോസ് വന്ന് നിർത്തിയത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നതാണെന്ന് നീ വിചാരിക്കരുത്. നമ്മുടെ പഴയ കൂട്ടുകച്ചവടത്തിൽ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ട്. അത് തരാൻ വേണ്ടി വന്നതാ. ശിവ, ഇപ്പൊ സംഗതി കോംപ്രമൈസ് ആയേ. ഇനി തേൻമൊഴിയെ നീ ഇങ്ങ് തിരിച്ചു തന്നേരെ. എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ അവളെ താലി കെട്ടിയതും കൂടെ പൊറപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നീയും അങ്ങ് വിശ്വസിക്കണം. എനിക്ക് അവളെ ആ സർക്കിളിന്റെ തല കെട്ടിവെച്ച് കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലടാ. അല്ല, അതിൽ എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓ, ദേ ആ പട വരുന്നു. അയാളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാശിന് വേണ്ടി നീ അവളെ തട്ടിക്കൊണ്ടു പോയെന്നാണ്. അല്ലാതെ നീ അവളെ താലികെട്ട് കാര്യമൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നാ മതി. തേൻമൊഴിയങ്കടാ, ഷർട്ട് ചുളുക്കല്ലേ സാറേ. ചുളുങ്ങിയാ പിന്നെ തേച്ച് തരേണ്ടി വരും. തേച്ച് തന്നില്ലേ ഞാൻ തേപ്പിക്കും. வேணாம் சார், காசு கொடுத்து ப்ராப்ளம் எல்லாம் சால்வ் பண்ணிட்டேன். சார், இந்த ஆளு நம்ம பொண்ணே பத்திரமா ஒரு லேடிஸ் ஹாஸ்டல்ல தங்க வச்சிருக்கு. ஒரு போர்ல போலும் வெளுக்காத சீக்கிரமா இவன் திருப்பி கொண்டு வரும்.
കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം സാറേ? അവളെ ഉടനെ ഇവിടെ തന്നേക്കാം. എന്നിട്ട് നിങ്ങളുടെ കല്യാണം നടത്തി കല്യാണത്തിന് പായസം വിളമ്പിട്ട് ഞാൻ അവിടെ നിന്ന് പോകും. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാത്രിയോട് കഴിഞ്ഞിട്ട് വിട്ടാൽ മതിയാ. പെട്ടെന്ന് അങ്ങനെ വിടാൻ മനസ്സ് വരുന്നില്ല, അതുകൊണ്ടാ. പോട്ടെ, സാർ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജനിക്കുന്ന കൊച്ചിന് എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞില്ല, കുറ്റം പറയരുത്. അത് പാലക്കാട്ടിൽ നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് വിചാരിച്ചാൽ മതി. എടാ കണാപ്പ, ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയാണ് നിന്നെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. ഉരിയില്ല തേൻമൊഴി, ഞാൻ താലി കെട്ടണ ഏൻ പൊണ്ടാട്ടി. എന്താണ് എന്നെ ഏമാത്ത പാക്കറായ മുട്ടാൾ? ஏய், என்னை பத்தி நீ என்னடா நினைச்ச? நான் ஒரு மண்டன் ஆபீசர் நினைச்சியா? இங்க பாரு, அந்த பொண்ணை பத்தி எல்லா விஷயத்தையும் தெரிஞ்சுக்கிட்டு தான் நான் கல்யாணம் பண்ணிக்கிறதுக்கே ஒத்துக்கிட்டேன். இவர் என்கிட்ட எல்லா விஷயத்தையும் மறைச்சிட்டாரு, நானும் அவர்கிட்ட ஒரு சில விஷயத்த மறைச்சிட்டேன். அது என்னன்னு தெரியுமா? எனக்கு 5 வருஷத்துக்கு முன்னாடியே கல்யாணம் ஆயிடுச்சு. இது எனக்கு செகண்ட் மேரேஜ். ஒரு சின்ன வீடு செட்டப், அவ்வளவுதான். உங்களுக்கு ஏதாவது பிரச்சனை இருக்கா? ഒരു പ്രശ്നവും ഇല്ല. കാര്യങ്ങളൊക്കെ ഒരുവിധ അണ്ടർസ്റ്റാൻഡിംഗ് ആയ നിലയ്ക്ക് ഇനി ഇവൻ ഉയരോട് ഇരിക്കുന്നത് നമുക്ക് പ്രോബ്ലം. ശിവ, இந்த പണത്തെ തിരുപ്പി വാങ്ങി പോട്ട് തള്ളണ ഇവനെ. ശിവ, ഈശ്വര, സർവേ ജനാ സുഖിനോ ഭവതു. மாமா போங்க மாமா, இத்தனை நாள் எங்க போயிட்டீங்க? நான் நீங்க நினைச்சு உங்க தம்பி கூட ஓடி வந்துட்டேன். ഒരു കല്യാണം കഴിക്കുമ്പോ മിനിമം സ്വന്തം തന്തയെങ്കിലും അറിയിക്കണ്ടേ? അതങ്ങനെ അറിയിക്കുന്നതിന് മുമ്പ് ആ പൊട്ടം കഴിവർ ഇവളെ അടിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നില്ലേ? എവിടെ കള്ളപ്പ നീ അവനെ ഞാൻ കൊല്ലും. അവൻ ഇവിടെ ഇല്ല, ശിവകാശിയില് ബാലയുടെ നോട്ടീസ് അടിപ്പിക്കാൻ പോയിരിക്കുക. ലക്ഷ്മി ആണെങ്കിൽ അമ്മൂനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. എന്നാ അച്ഛൻ അവന്റെ ഫോട്ടോ വെച്ചൊരു നോട്ടീസ് കൂടെ അടിച്ചോ, പാവന സ്മരണയ്ക്കെന്ന് പറഞ്ഞു. அவரு பாவம் மாமா, என்கிட்ட நிறைய வாட்டி மன்னிப்பு கேட்டுட்டாரு, விட்டுடுங்களேன். എടാ, ചെയ്ത തെറ്റിന് ഇവരോട് അവൻ ഒരുപാട് മാപ്പ് പറഞ്ഞു. ഇനിയും നീ അവനെ ദ്രോഹിക്കരുത്. ഓ, ദ്രോഹങ്ങൾ ചെയ്യുന്ന ഞാൻ മാത്രം, അത് പണ്ടും അങ്ങനെയാണല്ലോ. പിന്നെ പോലീസുകാർ ആരെങ്കിലും അന്വേഷിച്ച് ഇവിടെ വന്നാ ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഇവിടെ പൊട്ടം മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? എന്താടാ, നീ ഇവിടെ വല്ല കുഴപ്പമോ കാണിച്ചിട്ടാണോ വന്നേ? അത് ഈ തമിഴ്നാട് പോലീസിന് ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരികയില്ല, അതുകൊണ്ടാ. തൽക്കാലം നീ പോയി കുളിച്ചു വല്ല കഴിക്ക്. ഓ, மாமா, அங்க என்ன பிரச்சனை? അങ്കി എന്നെ പ്രശ്നം. നിന്റെ ചിറ്റപ്പന്റെ മകനാ ശിവരാജനല്ലേ, അവനെ ഷൂട്ട് ചെയ്തു ചത്തോന്ന് അറിഞ്ഞൂടാ. தேங்க்ஸ் மாமா. அடுத்த வாட்டி அந்த இன்ஸ்பெக்டரையும் ஷூட் பண்ணிடுங்க. നീ താണ്ടി ഉണ്മയാന പൊണ്ടാട്ടി. നശിപ്പിച്ച് എന്റെ കൊച്ചിന് കള്ളും ചിലപ്പോ കഞ്ചാവ് ഞാൻ കൊടുക്കും. അയ്യോ, നീയാണോ പൊട്ട? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ലെന്ന്. ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുന്റെ അച്ചു. ഇല്ലെന്ന് എന്റെ ചന്ദ്രൻ ഒന്ന് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ അവന് മനസ്സിലാവുന്നവര് ഇടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ മനസ്സിലായാന്ന്. രണ്ടെണ്ണം
ശരിക്ക് കിട്ടിയ അച്ചുവിന്റെ ഭാഷ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. എടാ സ്വന്തം കുഞ്ഞാണെങ്കിലും ഭാര്യ ആണെങ്കിലും ഉപദ്രവിക്കാൻ ഇവിടെ നിയമമില്ല. കൊഞ്ചിക്കാനും ലാളിക്കാനേ നിയമമുള്ളൂ. എങ്ങോട്ടാ? ഇവിടെ എന്തോ എടാ കൊച്ചിനെ കൊഞ്ചിച്ച് കരച്ചില് മാറ്റാൻ. എനിക്ക് കൊഞ്ചിക്കാൻ അറിയില്ല. അവന് വഞ്ചിക്കാനേ അറിയുള്ളൂ. എന്റെ അച്ചോട്ടാ, ഇത് ഞാൻ ഇത് തന്നെ സോക്കേട്. എന്റെ കണ്ണ് തെറ്റിയ കൊച്ചിനെ കൊണ്ടുപോയി അതിന്റെ പൊന്നും പൊടിയും വിറ്റ് കള്ളു കുടിക്കും. മഹാബാബി ആകെ എണ്ണ 1.5 ഗ്രാമിന്റെ കമ്മലും വിറ്റോ? പെൺകുച്ചുങ്ങൾ കമ്മലിടാൻ പാടില്ല, പിച്ചക്കാര് പിടിച്ചോണ്ട് പോകും. എന്താ പറഞ്ഞ? മേലിൽ നീ കുട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ നിന്നെ വെട്ടിയെറിഞ്ഞ് ഷാപ്പിലെ കറിയായിട്ട് വിളമ്പുന്നാണ് പറഞ്ഞത്. കേട്ടോടാ കുടുംബം നോക്കാത്ത തെണ്ടി. അതെന്റെ പേർക്ക് പറഞ്ഞതാ. മോളെ എനിക്ക് മനസ്സിലായി. കൊച്ചിന് പുതിയ കമ്മല് മേടിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്. മനസ്സിലായി. ചെല്ലുമോളെ മാമനോട് ചില ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു മേടിച്ചോണം കേട്ടോ. എന്റെ പറ്റൂടി ഇവന്റെ പേരിൽ എഴുതിയേക്കട്ടാ. ഓടി എന്നാ കാശി. അച്ചുവേ അതുപോലെ ഒന്നും നിനക്കും വേണ്ടടാ. ആ ദൈവം തരും. എന്നാ പോവാച്ചു. എടാ അച്ചുവേ, ഇത്രയും കാലം ചികിത്സയും നേർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു ഗുണം ഉണ്ടായില്ലടാ. അല്ല ശരിക്കും തകരാറ് നിനക്കോ നിന്റെ ഭാര്യക്കോ? പാരമ്പര്യ ഒരമ്മാവനുള്ളതിന് പിള്ളേരില്ലല്ലോ. ഇവനൊട്ടനി ഉണ്ടാവാനും പോണില്ല. ഇനി ജനിക്കുന്ന കൊച്ചും ഊമയായി പോകുന്ന കരുതി ഭാര്യ വേണ്ടെന്ന് വെക്കുന്നതാണോടാ? ഇന്നൊക്കെ വേണ്ട തകരാറ് ആർക്കാണ് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് പരീക്ഷിച്ച് കാണിച്ചു നമ്മുടെ പന്ന പുന്നാര മോനെന്നാ പറഞ്ഞത്. മനസ്സിലായടാ പൊലക്കാട്ടുശ്ശേരി ഭരത പന്നി. പൊട്ടനായി പോയി. ഇല്ലെങ്കിൽ കാണിച്ചു കൊടുത്തേനെ ഞാൻ. നമുക്കൊരു പെറ്റീഷൻ കൊടുത്താലോ? ആർക്ക് കൊണ്ടുപോയി പെറ്റീഷൻ കൊടുക്കാനാ? ആ SI ശ്യാമണ്ണല്ലേ ഇവരുടെ ബാലെ ട്രൂപ്പിലെ പ്രധാന നടൻ. ഓ അപ്പോ തേൻമൊഴിയെ കൊന്നിട്ട് ഈ പൊട്ടന്റെ കലി അടങ്ങിയിട്ടില്ല. ഇനി നിന്നെ കൂടെ കൊല്ലുന്ന ഇവൻ പറയുന്നത്. തല്ലിക്കൊല്ലടാ ഈ പട്ടിയെ.
പിടിച്ചു മാറ്റണം, പിടിച്ചു മാറ്റാൻ. ശിവ, വെട്ടി കൊല്ലണവന്. കൂടാണെന്ന് ആപ്പടിച്ച് കയറ്റിയ ആരും അറിയില്ലെന്ന് കരുതൂടാ റാസ്കൽ. ആദ്യമായിട്ടാ ഞാൻ ഇടിച്ചിട്ട് എന്നെ ഒരാൾ തിരിച്ചിരിക്കാത്തത്. താങ്ക്സ് ഡാ. നിന്നെ ഞാൻ നല്ലൊരു സെന്റർ ജയിലിൽ താമസിപ്പിക്കും. പോട്ടെ എന്നാ, പോട്ടെ തമ്പി. കമേൻ ഡൗൺ.